ഡെയിലി ലൈഫിൽ നിങ്ങളൊരു 5 മിനിറ്റ്സ് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലെ പരേറ്റോ പ്രിൻസിപ്പിൾ പോലത്തെ റൂൾസ് അപ്ലൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സ്പീക്കിംഗ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഹലോ ലോയിറ്റ്, അപ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്നത് പരേറ്റോ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ 20-80 റൂൾ എന്ന് പറയുന്ന ഒരു റൂളാണ്. സോ പരേറ്റോ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജർമ്മൻ ലാംഗ്വേജിലെ ഒരു 20% ഓഫ് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് വൊക്കാബുലറി, ഫ്രേസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു 20% കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൽ ഒരു 80% ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് വൊക്കാബുലറിയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒത്തിരി വൊക്കാബുലറി പഠിക്കുന്നതിന് പകരം, അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു 20% വൊക്കാബുലറി, അല്ലെങ്കിൽ എന്താ പറയുക, മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഹാവ് ആൻഡ് സൈൻ പോലത്തെ ഡെയിലി യൂസേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൊക്കാബുലറികൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ജർമ്മൻ ഫ്രേസസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം ഫ്രേസസ് ആണ്. അപ്പോൾ ഫ്രേസസിൻ്റെ കേസ് വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫുഡ് ബൈ ചെയ്യാൻ പോകുന്നു, അങ്ങനെ എന്തിനെങ്കിലും പോകുമ്പോൾ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഫ്രേസസ് ഉണ്ട്. അപ്പം അത്, അല്ലെങ്കിൽ ഒരു ട്രാവലിങ്ങിന് പോകുമ്പോഴും അങ്ങനെ ഒത്തിരി ഫ്രേസസ് ഉണ്ടല്ലോ. അതിൽ ഫ്രേസസ് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 20% ഓഫ് ജർമ്മൻ ലാംഗ്വേജ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വൊക്കാബുലറി കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രേസസ് ആണ്. ഫ്രേസസ് എന്ന് പറയുന്നത് നമ്മൾ ജർമ്മനിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ ഫ്രേസസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കോഫി വാങ്ങിക്കാൻ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോവുക, അല്ലെങ്കിൽ നമ്മൾ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന കോമൺ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഡയറക്ഷൻസ്, അങ്ങനത്തെ കുറേ ഫ്രേസസ് ഉണ്ട്. അതായത് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഫ്രേസസ്. അതിൽ കുറേയൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോസ്റ്റ് ഓഫ് ദി പീപ്പിളായിട്ട് സംസാരിക്കാനും കുറച്ചുകൂടെ എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലാംഗ്വേജ്, ഒരു സ്പോക്കൺ രീതിയിൽ നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഫ്രേസസ് നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്യും. സോ വൊക്കാബുലറി ഞാൻ പറഞ്ഞു, കോമൺ വൊക്കാബുലറി ചെയ്യുന്നത് പോലെ തന്നെ ഫ്രേസസും ഒരു ഡെയിലി ബേസിസിൽ എന്ത് ചെയ്യുക? ഫ്രേസസും അല്ലെങ്കിൽ വൊക്കാബുലറിയും പഠിക്കാൻ നോക്കാം. ഓക്കെ, ഒരു 20% ആണ് പറയുന്നത്. സോ ഇതിൻ്റെ എഫിഷ്യൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിൽ മോസ്റ്റ് ഇമ്പാക്ട്ഫുൾ പാർട്സിലേക്ക് പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളിപ്പം ചെയ്യുന്നത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലാംഗ്വേജ്, അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന വൊക്കാബുലറി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ 20% വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മൾ ആ ചെയ്യുന്ന വർക്ക്, അതായത് ഡെയിലി ചെയ്യുന്ന ഒരു 5 മിനിറ്റ്സ് വർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കോമൺ വൊക്കാബ്സ്, ഫ്രേസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിൽ മോസ്റ്റ് ഇമ്പാക്ട്ഫുൾ ഫേസസിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്ന രീതിയിലേക്കാണ് മാറുന്നത്. സോ ഇതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജർമ്മൻ ലാംഗ്വേജ് സ്പീക്കിംഗ് റാപ്പിഡായിട്ട് ഇമ്പ്രൂവ് ആവും. ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ ഈ 20-80 റൂൾ വെച്ചിട്ട്, അതായത് 20% നമ്മൾ വർക്ക് ചെയ്യുന്നതിൽ നമ്മൾ ലെസ് എഫേർട്ട് വെച്ചിട്ട് നമ്മളൊരു 80% ജർമ്മൻ ക്രാക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇതാണ് ബേസിക്കലി പരേറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഒന്നുകൂടി ഞാൻ സോർട്ട് ചെയ്ത് പറയാം. സോ പരേറ്റോ പ്രിൻസിപ്പിളിൽ വൊക്കാബുലറി 20%, ഫ്രേസസ് 20%, രണ്ടും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് 20% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 80% ജർമ്മൻ ലാംഗ്വേജ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ജർമ്മനിൽ കുറേ മിത്തുകളുണ്ട്. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, ജർമ്മൻ പഠിക്കാൻ പാടാണ്, അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യാൻ പാടാണെന്നുള്ള കുറേ മിത്തുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങളൊരു 5 മിനിറ്റ്സ് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലെ പരേറ്റോ പ്രിൻസിപ്പിൾ പോലത്തെ റൂൾസ് അപ്ലൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സ്പീക്കിംഗ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇതുപോലെ മോസ്റ്റ് കോമൺ വൊക്കാബ്സ് അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങളും ഇതുപോലുള്ള റൂൾസൊക്കെ യൂസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. സോ ഓൾ ദി ബെസ്റ്റ്. ബൈ.